ഹലോ ഡിയേഴ്സ്, എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവൽ കൊണ്ട് ഒരു ഹോം മെയ്ഡ് സിറിയൽ മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇൻസ്റ്റൻറ്റ് കുറുക്കാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ കുക്കിംഗ് ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുറുക്ക് റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിലും ഇത് വളരെ നല്ലൊരു ഫുഡ് ഓപ്ഷനാണ് കുട്ടികൾക്കായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാം. എല്ലാവരും ചെയ്യുമല്ലോ. എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ്. അപ്പോൾ ഈ പൊട്ടുകടല ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 2 to 3 മിനിറ്റ്സ് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് 1 കപ്പ് അവലാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന വെള്ള അവലാണ്. നിങ്ങളുടെ കയ്യിൽ ചമ്പ അവൽ, അതായത് നമ്മുടെ റെഡ് അവൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇൻഫാക്റ്റ് വൈറ്റിനേക്കാളും ചമ്പ അവൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത അവലും പിന്നെ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പൊട്ടുകടലയും കൂടി ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചേർക്കുന്ന 2 ഏലക്കായയാണ്. അപ്പോൾ ഏലക്കായുടെ തൊലി കളഞ്ഞിട്ട് അകത്തുള്ള സീഡ്സ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ ഞാനപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം. ഇനി ഇത് ഞാൻ പറഞ്ഞ പോലെ 7 മാസം തൊട്ട് നമുക്കിത് അങ്ങനെ തന്നെ കൊടുക്കാം. ഇൻ കേസ് നിങ്ങളുടെ കുട്ടികൾക്ക് 9 തൊട്ട് 10 മാസമായി നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ന്യൂട്രീഷ്യസ് ആക്കാനായിട്ട് ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട് പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് പൗഡറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പം ഈ കുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഈ സിറിയൽ മിക്സ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അല്പം ചൂടുവെള്ളമാണ്. അപ്പോൾ ചൂടുവെള്ളം അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കുക. കട്ടകളൊന്നും ഇല്ലാത്തൊരു സ്റ്റേജ് വരെ നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മധുരത്തിനായിട്ട് ഞാനിവിടെ കരിപ്പട്ടിയാണ് ചേർക്കുന്നത്. കരിപ്പട്ടി അരിച്ചെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് പല ഓപ്ഷൻസും ചെയ്യാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് സിറപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പഴം നിങ്ങൾക്ക് മാഷ് ചെയ്ത് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. അപ്പം അങ്ങനെ ഒരു ഫ്രൂട്ടിൻ്റെ കണ്ടൻറ്റും ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊരു രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 8 മാസത്തിൽ കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ ഇതിലോട്ട് ഒരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അവൽ കുറുക്ക് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.